ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജാനുവരി 3 ദേവലോകം അരുമന ചാപ്പലിൽ കവറടങ്ങിയിരിക്കുന്ന 3 പുണ്യാത്മാക്കളുടെ ഓർമ്മദിനം. പ്രതിസന്ധി ഘട്ടത്തിൽ സഭയെ ധീരമായി നയിച്ച് സഭയുടെ സമാധാനം കണ്ട് ദൈവസന്നിധാനത്തിലേക്ക് എടുക്കപ്പെട്ട ആളാണ് ഗിവറിയസ് തിതിയൻ ബാവ. അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിലാണ് ഇവർ 4 പേരെയും ഓർക്കുന്നത്. രണ്ടാമത് ഓർക്കുന്നത് പരിശുദ്ധ ഔഗേൻ ബാവ തിരുമനസിനെയാണ്. മൂന്നാമത് ഓർക്കുന്നത് മാത്യോസ് പ്രഥമൻ ബാവ തിരുമേനി. നാലാമത് പൗലോസ് ദ്വിതീയൻ ബാവയെയാണ് ഓർക്കുന്നത്. ഈ 4 പേരും സഭയെ ധീരമായി നയിച്ചവരാണ്. പഴയ നിയമത്തിൽ അബ്രഹാം പിതാവിനോട് സാമ്യം ചെയ്യാൻ പറ്റിയ ആളാണ് ഗിവറിയസ് തിതിയൻ ബാവ. അതേസമയത്ത് ഔഗേൻ ബാവ ശാന്തനും ദൈവാശ്രയബോധത്തോടെയും എല്ലാം കഴിയുകയും സഭയെ അനുഗ്രഹമായി നയിച്ച ആളുമാണ്. ഇസഹാക്കിനോട് താരതമ്യം ചെയ്യാം. അതേസമയം യാക്കോബിനെ പോലെ പ്രഗത്ഭനായിരുന്നു മാത്യൂസ് പ്രഥമൻ ബാവ. ഗിവറിയസ് തിതിയൻ ബാവ സഭയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നയിക്കുകയും സഭയുടെ സമാധാനം കാണുകയും തന്നെ വൃദ്ധൻ പുന്നൂസ് എന്ന് വിളിച്ചവരുടെ മുമ്പിൽ അവരോട് ക്ഷമിക്കുകയും സഭയോട് ചേർത്ത് അവരെ പിടിക്കുകയും ചെയ്ത ശ്രേഷ്ഠ വ്യക്തിത്വത്തിന്റെ കർത്താവിന്റെ കൽപ്പന പാലിച്ചയാളാണ്. ഔഗേൻ ബാവയാണെങ്കിൽ സഭയ്ക്ക് വേണ്ടി സഭയുടെ സമാധാനത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും പീഡനങ്ങളേറ്റ ആളുമാണ്. അതുപോലെ തന്നെ മാത്യൂസ് പ്രഥമൻ ബാവ സഭയ്ക്ക് വേണ്ടി സഭയുടെ രണ്ടാമത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി ധീരമായ നേതൃത്വം കൊടുത്തയാളാണ്. ധീരമായ നേതൃത്വം കൊടുക്കാനുള്ള പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ 3 പുണ്യാത്മാക്കളോടൊപ്പം 4ാമത് ഒരാളുള്ളത് പൗലോസ് തിതിയൻ ബാവയാണ്. പൗലോസ് തിതിയൻ ബാവ ഈ 3 പേരുടെയും ഗുണങ്ങളെല്ലാം സാംശീകരിക്കപ്പെട്ട ആളാണ്. പരിശുദ്ധ ഗിവറിയസ് തിതിയൻ ബാവ പ്രാർത്ഥനയുടെ ദൈവാത്മാവിന്റെ ബലത്തിൽ, ഔഗേൻ ബാവയും പ്രാർത്ഥനയുടെ ബലത്തിൽ, മാത്യൂസ് പ്രഥമൻ ബാവയും പ്രാർത്ഥനയുടെ ബലത്തിൽ, പൗലോസ് തിതിയൻ ബാവയും പ്രാർത്ഥനയുടെ ബലത്തിൽ ദൈവജനത്തെ നയിച്ചയാളാണ്. അവരുടെ അനുഗ്രഹമായ മധ്യസ്ഥതയും പ്രാർത്ഥനയും പരിശുദ്ധ സഭയ്ക്ക് ഇന്നും എന്നും കൂട്ടും കോട്ടയും കാവലുമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് വാക്യൂരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.